ജോൺസ് നമുക്ക് ഒരു കുർത്തി വീഡിയോയിൽ അത്യാവശ്യം ഇങ്ങനെ ഒരു ക്രീം ഷെയ്ഡിൽ നല്ല ഹെവി ആയിട്ട് ഡിസൈൻ വരുന്നത് എപ്പോൾ ആണ് നമുക്ക് എല്ലാവർക്കും അതിന് ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. കാരണം പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ ആണെങ്കിലും കളറിൻ്റെ ഒരു കൺഫ്യൂഷനൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ പാനൽ പോലെ ഓർഗൻസോടെ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാട്ടോ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ചെയ്തേക്കുന്നത്. അതിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്കിൻ്റെ കോമ്പിനേഷനുള്ള ഡിസൈൻ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കയ്യിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു അക്കോബ ഡിസൈൻ ആ ഒരു ലേസ് വർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത് ആട്ടോ. ഇതിപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന നെക്സ്റ്റ് സൈസ് ആയതുകൊണ്ട് ശക്കലും എനിക്ക് ഇച്ചിരി ലൂസായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ സെയിം സൈസ് എടുത്താലും അല്ലെങ്കിൽ നെക്സ്റ്റ് സൈസ് എടുത്താലും കുഴപ്പമില്ല. കാരണം ലൈനിങ്ങും കോട്ടണാണ്, നല്ല മന്മൽ കോട്ടണിലാണ് ഇത് ചെയ്തേക്കുന്നത്. ദുപ്പട്ടയും നല്ല കോട്ടൺ ഫാബ്രിക് ആട്ടോ. ഇങ്ങനെ ചെക്ക് പാറ്റേണിൽ ഡിസൈൻ ഉണ്ട്. പിന്നെ അകത്തോട്ട് തിരിച്ചാട്ടോ ഇതുപോലെ ഒരു ബ്രഷ് പെയിൻറ്റിൻ്റെ പിങ്കിൻ്റെ കോമ്പിനേഷനിൽ ബ്രഷ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ലെങ്ത് ഉള്ള ഐറ്റം ആട്ടോ. കോട്ടൺ പോലെ തന്നെയാണ്, പ്യുവർ കോട്ടൺ തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് നല്ലൊരു ഐറ്റം. പിന്നെ ഈ ഒരു ക്രീം ആയതുകൊണ്ട് എല്ലാ ഫംഗ്ഷനും ഉപയോഗിക്കാം കേട്ടോ. ഇന്നതെന്നില്ല, എപ്പോൾ വേണം നമുക്ക് ഇടാൻ പറ്റുന്നൊരു ഐറ്റം. പിന്നെ ഇതിൻ്റെ കൈ എനിക്ക് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്, 3/4 ലെങ്ത്ത് കൂടുതലാട്ടോ. ഫുൾ ലെങ്ത് എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഇവിടെ കുറച്ചുകൂടി ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് എനിക്ക് ഇച്ചിരി ലെങ്ത്ത് കൂടുതലായിട്ട് ഇച്ചിരി കയറ്റി വെച്ചേക്കുന്നത്. ടോപ്പിനും നല്ല ലെങ്ത് ആട്ടോ. ഞാൻ ടോപ്പ് ആദ്യം ഒന്ന് കാണിച്ചു തരാം. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ വീനെക്ക് പാറ്റേൺ, അതിൽ തന്നെ ലേസ് വർക്ക് ഉണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ എക്സൈസ് ഇട്ടേക്കുന്നതുകൊണ്ടാട്ടോ ശകലം വലിപ്പം കൂടുതൽ തോന്നിക്കുന്നത്. സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലാർജിൽ, അതുകൊണ്ടാണ് ഇച്ചിരി വലിപ്പം കൂടുതൽ തോന്നിക്കുന്നത് കേട്ടോ. ഇതാണ് ഫ്രണ്ട് പോർഷനിലെ ഡിസൈൻ വരുന്നത്. വീനക്ക, ഇപ്പോൾ വീനക്ക് ഭയങ്കര നല്ലൊരു ലുക്ക് വരുന്നൊരു ഐറ്റം ആട്ടോ. ഒരു വെറൈറ്റി ഫീൽ തന്നെയാണ്. കൂടിയതാണ് പെട്ടെന്ന്. ഇപ്പോൾ കൂടുതലും ഇങ്ങനത്തെ ഒരു മോഡലൊക്കെ വരുന്നത് റേറ്റ് കൂടിയ ഐറ്റത്തിലാണ്. പിന്നെ നമുക്ക് ടോപ്പ് ആണെങ്കിലും ഞാൻ പറഞ്ഞില്ല പ്യുവർ കോട്ടൺ ആണ്. അതിൻ്റെ അകത്ത് തന്നെ സിഗ്സാഗിൻ്റെ ഒരു പ്രിൻറ്റ്, എന്നാൽ ഒരുപാട് തെളിഞ്ഞ് നിൽക്കാത്ത രീതിയിൽ സിഗ്സാഗിൻ്റെ പ്രിൻറ്റ് മൊത്തത്തിൽ പോയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് പോർഷനിലാണ് അടിപൊളിയൊരു ഡിസൈൻ. ഇതുപോലെ ഓർഗൻസ മെറ്റീരിയൽ ഈ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. അതിൽ തന്നെ ഫുൾ എംബ്രോയ്ഡറി, പിങ്കിൻ്റെ കോമ്പിനേഷൻ. താഴത്തെ ബോർഡറിലും ലേസ് വർക്ക് ഉണ്ട്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 48 ലെങ്ത് കിട്ടും. ലൈനിങ്ങും കൊടുത്ത് ചേരിക്കുന്നതാണ്. കൈക്കും ലൈനിങ് ഉണ്ട്. കയ്യിലെ ഡിസൈൻ ഇതുപോലെ വരും കേട്ടോ. അപ്പോൾ ഇതാണ് ദുപ്പട്ട. എന്തായാലും മൊത്തത്തിൽ കാണാൻ നല്ല അടിപൊളി സെറ്റാണ്. ഇതാണ് ബോട്ടം. അതൊരു സെമി പലാസോ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ഓവർ അങ്ങനെ ഭയങ്കര ഇതായിട്ടല്ല, ഇത്രയും ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു പലാസോ ലുക്കിലൊക്കെ കിടക്കുന്ന മോഡലാണ്. സൈസസ് ലാർജ് തൊട്ട് 3X വരെ. എനിക്ക് തോന്നുന്നു നിങ്ങൾ സെയിം സൈസ് തന്നെ എടുത്താൽ മതി. പിന്നെ ഒരു ഇച്ചിരി നമ്മുടെ കോട്ടൺ ആയതുകൊണ്ട് ശകലം വാഷ് ചെയ്യുമ്പോൾ ശകലം ഒന്ന് ഒതുങ്ങുമായിരിക്കും. അപ്പോൾ അത് കണക്കൂട്ടി എടുക്കേണ്ടവർക്ക് നെക്സ്റ്റ് സൈസ് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ നമ്പർ Y764. ഇതിൻ്റെ പ്രൈസ് 2690 2690.